നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട തുമ്പാകുളത്ത് നാടിനെ നടുക്കിയ, കേരളത്തെ ഒന്നടങ്കം കണ്ണീരണിയിച്ച അപകടമാണ് നടന്നിരിക്കുന്നത്. തൂമ്പാകുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ആദിലക്ഷ്മി എന്ന 8 വയസ്സുകാരിയുടെ മരണമാണ് ആദ്യം ഉണ്ടായത്. പിന്നാലെ ഒരു 4 വയസ്സുകാരനെ കാണാതായി, കുട്ടിയെയും കണ്ടെത്തി. അങ്ങനെ 2 മരണം സംഭവിച്ചിരിക്കുന്നു. വളരെ അതിദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുമായി പോയി ഓട്ടോറിക്ഷ പാമ്പിനെ കണ്ട് ഡ്രൈവർ ഓട്ടോ വെട്ടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു 4 വയസ്സുകാരൻ യദു കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരണം 2ആയി. അപകട സ്ഥലത്ത് കാണാതായ കുട്ടിക്ക് വേണ്ടി ഫയർഫോഴ്സ് ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സ്കൂൾ കുട്ടികളുമായി പോയി ഓട്ടോറിക്ഷ പാമ്പിനെ കണ്ട് വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പത്തനംതിട്ട കരുമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ 6 കുട്ടികളാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഇതിൽ ആദിലക്ഷ്മിയുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെയാണ് യദു കൃഷ്ണന്റെ മരണവും സ്ഥിരീകരിച്ചത്. 5 കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതിലൊരു കുട്ടിയായിരുന്നു മരിച്ചത്. അപകടം നടന്ന സ്ഥലത്ത് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയാണ് 4 വയസ്സുകാരന്റെ മൃതദേഹവും കണ്ടെത്തിയത്. കരുമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആദിലക്ഷ്മി. നിലവിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. 50 അടിയോളം താഴ്ചയിലേക്കാണ് ഓട്ടോറിക്ഷ വീണത്. അതായത് നമുക്ക് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോഡിൽ നിന്നും എത്രമാത്രം താഴത്തേക്കാണ് ആ ഓട്ടോ മറിഞ്ഞു കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചത്. നമുക്കറിയാം, 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. അതിദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഉറ്റവരുടെയൊക്കെ വേദന ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർ പാമ്പിനെ കണ്ട് വെട്ടിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത്. കുട്ടികൾ ഇനിയും ചികിത്സയിലായിരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ അപകടം, വേദന ഉളവാക്കുന്ന അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 2 കുട്ടികൾക്ക് ജീവനഷ്ടമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.